അസ്സലാമു അലൈക്കും സഹോദരന്മാരെ, അബ്ദുള്ള കാസർഗോഡാണ്. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഉണ്ടാക്കുന്നത് എൻ്റെ പ്രേക്ഷകരായ എൻ്റെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരും അതുപോലെ സമസ്തൻ്റെ അണികളും പ്രത്യേകിച്ച് ഇത് ശ്രദ്ധിക്കുമെന്ന് എനിക്ക് ആദ്യത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. കാരണം ചിലപ്പോൾ വീഡിയോ കുറച്ച് ദൈർഘ്യം വന്നു പോയാൽ പൂർണ്ണമായി കേട്ടിട്ട് നിങ്ങളെ ശരിയായിട്ടുള്ള അഭിപ്രായങ്ങൾ, അതായത് ഞാൻ പറയുന്നതിൽ നിങ്ങൾക്ക് തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഞാൻ ആദ്യം തന്നെ പറയുന്നത് കാരണം വെച്ചെങ്കിൽ നമ്മൾക്കിപ്പോൾ ചർച്ച ചെയ്യേണ്ട ഒരു സന്ദർഭമായതുകൊണ്ട് ചർച്ച ചെയ്യുന്നത്. കാരണം സമസ്തയും ലീഗുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ഞാൻ ചർച്ച ചെയ്യുന്നത് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ ഈ ചർച്ച ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ നമ്മളെ കേരളത്തിൽ, അതായത് ഇന്ത്യൻ്റെ ഇപ്പോഴത്തെ പാർലമെൻറ്റുകളിൽ ഇതുണ്ടല്ലോ ഇലക്ഷൻ, അത് കഴിഞ്ഞു. അപ്പോൾ അത് കഴിയുന്നതിന് കുറച്ച് തൊട്ട് മുമ്പ് ഒരു 3-4 മാസത്തിന് ഇപ്പുറം പ്രത്യേകിച്ചിട്ട് ഒരു 2-3 മാസമായിട്ട് ഒരുപാട് പല രൂപത്തിൻ്റെ പ്രശ്നങ്ങളും പിന്നെ നമ്മൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലും അതുപോലെ തന്നെ സമസ്തയിലും അങ്ങോട്ടും ഇങ്ങോട്ടും പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾക്കിപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷേ അതിന് ചർച്ച ചെയ്യുന്നതിൽ ഇപ്പോൾ ഇന്ന് ചർച്ചാ വിഷയമാക്കിയിട്ടുള്ളത്, അതായത് ഈ ഒരുപാട് ആളുകൾ, അതായത് 2 വിഭാഗത്തിലുണ്ട്. ലീഗിലും ഉണ്ട് അതുപോലെ തന്നെ സമസ്തയിലും ഉണ്ട്. ഈ സമസ്തയിലത്തെ ചില ആളുകൾ സമസ്തക്ക് തന്നെ എതിരായിട്ട് സംസാരിക്കുന്നവരുണ്ട്. അതുപോലെ ലീഗിൻ്റെ ചില ആളുകൾ ലീഗ് തന്നെ എതിരായിട്ട് സംസാരിക്കുന്നവരുണ്ട്. ചില ആളുകൾ ലീഗ് സമസ്തക്കെതിരായിട്ട്, ചില ആളുകൾ സമസ്ത ലീഗിനെതിരായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നു എന്നല്ലാതെ കണ്ട് ഇതിൻ്റെ യാഥാർത്ഥ്യമൊന്നും മനസ്സിലാകുന്നില്ല. ആ രൂപത്തിലുള്ള ചർച്ചാ വിഷയമായിട്ട് നമ്മൾ സ്വയം തകരുകയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. ഇത് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് സമസ്തയിലും ലീഗിലും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ഉണ്ടായ കാരണം എന്തെന്ന് വെച്ചാൽ യാഥാർത്ഥത്തിൽ ലീഗിൽ നിന്ന് പരാജയം തന്നെയാണ്, സമസ്തേൻ്റെ അല്ല. സമസ്ത മുന്നേയുള്ള നയത്തിൽ തന്നെ ഇപ്പോഴും ഉണ്ടെന്നോ യാതൊരു മാറ്റവുമില്ല. ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് എൻ്റെ സഹോദരന്മാരെ, ലീഗിൻ്റെ ഇന്ന് സമസ്തനെയും SKSFനൊക്കെ വിമർശിക്കുന്ന ചില ലീഗിൻ്റെ അവർ പറയുന്നത് ഞങ്ങൾ ലീഗുകാരനാണ്, ഞാൻ സമസ്തക്കാരനാണെന്ന്. എന്നിട്ട് പറയുന്നത് SKSFൻ്റെ ബക്കറ്റ് പിരിവ് വന്നാൽ കൊടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ ചില ആളുകളെ സമസ്തനെ ലീഗിനെ എതിർത്ത ചില സമസ്തയിലത്തെ ആളുണ്ട്, അവരെ പിരിച്ചുവിടണം മദ്രസ തുറന്ന ഉദ്ഘാടനം ഇപ്പോൾ തുറന്ന പാട്. ഇങ്ങനെയൊക്കെ ഓരോ എന്തെല്ലാം ആരോപണങ്ങൾ ഇങ്ങനെ തമ്മിലിങ്ങനെ ആരോപണം പറയാം. അതായത് സ്വന്തം ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്ന രൂപത്തിൽ, അതായത് സമസ്തനെ ആരെങ്കിലും നമ്മളാരെങ്കിലും ഉണ്ടാക്കിയതോ അല്ലെങ്കിൽ ഈ ലീഗിനെ എന്തെങ്കിലും നമ്മളെപ്പോലത്തെ ഇന്ന് ഈ ചർച്ച ചെയ്യുന്ന നമ്മളെപ്പോലത്തെ ആളുകൾ ഉണ്ടാക്കിയതൊന്നുമല്ല. ഇതിൻ്റെയൊക്കെ ഓരോ നേതൃത്വങ്ങളുണ്ട്. അപ്പോൾ സമസ്തന ഉണ്ടാക്കിയതും നേതൃത്വം ഉണ്ട്. ഇത് മുൻ കാലങ്ങളിൽ പല പണ്ഡിതന്മാരും ആളുകളെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ലീഗിനുണ്ടാക്കിയതും എങ്ങനെയാണ്, അവർക്ക് അതിൻ്റെ നേതാക്കന്മാരുണ്ട്. ആ ലീഗിൻ്റെ നേതാക്കന്മാരൊക്കെ ഓരോ ഉദ്ദേശം കൊണ്ടാണ് ഒരു പാർട്ടിനെ ഉണ്ടാക്കിയത്. അപ്പോൾ അതിൽ നിന്നായിട്ട് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യതിചലിക്കുമ്പോൾ ഏതൊരു പ്രസ്ഥാനത്തിനും അതിൻ്റെ അടിത്തറകളാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചെങ്കിൽ 1948 നമ്മളെ ഇസ്മായിൽ സാഹിബ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു മുസ്ലിം സമുദായത്തിന് വേണ്ടി സംരക്ഷണം എന്നുള്ള നിലയ്ക്ക് ഒരു പാർട്ടി വേണം തീരുമാനിച്ച് അങ്ങനെ ഒരു പാർട്ടി ഉണ്ടാക്കി. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നൊരു പാർട്ടി ഉണ്ടാക്കി. ആ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത്. എവിടെയാണ് ഇത് പേച്ചുള്ളത് നമ്മൾ മനസ്സിലാക്കണം എല്ലാവരും. അല്ലാതെ കണ്ടമാനം ഇങ്ങനെ റോഡിൽ സംസാരിക്കുന്ന അർത്ഥമൊന്നുമില്ല സഹോദരന്മാരെ. ആ കൊടിയുണ്ടാക്കി ആ പാർട്ടി ഉണ്ടാക്കിയിട്ട് അന്ന് അതിനൊരു വേറൊരു നയം കൂടി വെച്ചിട്ടുണ്ട്. അതായത് നീ ഒരു മുസ്ലിം ആവുക എന്നിട്ടൊരു മുസ്ലിം ലീഗുകാരനാവുകയാണ്. എന്തിനു വേണ്ടി? ഒരു മുസ്ലിമായാലേ മുസ്ലിമിന് വേണ്ടി പാർട്ടി വെച്ചിട്ട് ഏത് രൂപത്തിൽ സംസാരിക്കാൻ പറ്റും, എന്തെല്ലാം അംഗീകരിക്കാൻ പറ്റും, എന്തൊക്കെ എതിർക്കേണ്ടി വരും എന്നൊക്കെയാണ് അതിൻ്റെ നയം. ഇതിൻ്റെ അടിസ്ഥാനത്തിലെന്ന് പറഞ്ഞ ആ ഉദ്ദേശം. അപ്പോൾ ഈ പറഞ്ഞു വരുന്നത് അറിയോ, മുൻകാലങ്ങളിൽ നമ്മളെ ഈ പാർട്ടിക്ക് ഇസ്മായിൽ സാഹിബിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് അബ്ദുൾ റഹ്മാൻ ബാഫി തങ്ങൾ, പൂക്കോയ തങ്ങൾ, ഷെയ്ദ് ഉമർ ബാഫി തങ്ങൾ, CH മുഹമ്മദ് കോയ സാഹിബ്, സുലൈമാൻ സേഠ് സാഹിബ്, മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ബനാത്ത് വാല സാഹിബ്, അഹമ്മദ് സാഹിബ്, ബീരാൻ, നഹ സാഹിബ്, സീതി ഹാജി, ഇങ്ങനെ പറയുന്ന ഒരുപാട് പ്രഗത്ഭന്മാരായ നമ്മളെ നേതാക്കന്മാർ എല്ലാം ഏകദേശം മൺമറിഞ്ഞു പോയി. ഇപ്പോൾ മൺമറിഞ്ഞു പോയി. ഈ നേതാക്കന്മാർക്ക് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഈ സമസ്ത എന്നുണ്ടായിരുന്ന അന്ന് മുതൽ, ഈ ലീഗ് ഉണ്ടായ കാലം മുതലും സമസ്തയിലത്തെ ആൾ ലീഗിലത്തെ ആൾ സമസ്തനെ നിയന്ത്രിക്കുകയും സമസ്തൻ്റെ ആൾ ലീഗിനെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാര രൂപത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അതെങ്ങനെയെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു തീരുമാനം രാഷ്ട്രീയപരമായിട്ട് വരുമ്പോൾ അത് സമസ്തൻ്റെ ആളുകളുമായിട്ട് ബന്ധപ്പെടുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു മുൻകാലങ്ങളിൽ. അത് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഉണ്ടാകുന്ന കാലം വരക്കും ലീഗിൻ്റെ എല്ലാ നേതാക്കന്മാരും മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ കണ്ടിട്ട്, അതായത് മുൻകാലം എങ്ങനെയാണോ തലമുറയായിട്ട് ഇങ്ങനെ നമ്മളെ നേതാക്കന്മാരുണ്ടായിരുന്നത്, അവരെ പോയിട്ട് കാണുമായിരുന്നു. ലീഗുമായിട്ട് ഒരു പ്രശ്നം വരുമ്പോൾ, അല്ലെങ്കിൽ കോൺഗ്രസുമായിട്ടൊരു പ്രശ്നം വരുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു രാഷ്ട്രീയ പ്രശ്നം വരുമ്പോൾ, അല്ലെങ്കിൽ ഇലക്ഷൻ വരുമ്പം ഇങ്ങനെയൊക്കെ അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ട്
സമസ്തക്ക് എന്തെങ്കിലും ഒരു കോട്ടം വരാതെ രൂപത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ നേതാക്കൾ ഇത് പറഞ്ഞതിൻ്റെ കാരണം ഇത് മുന്നേ പറഞ്ഞ പോലെ ഈ ലീഗിൻ്റെ നേതാക്കൾ നീ ഒരു മുസ്ലിം ആവുക മുസ്ലിം ലീഗ് എന്നാവുക എന്ന് പറഞ്ഞില്ലേ. എന്നാൽ അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ലീഗിൻ്റെ ആളുകൾ കോൺഗ്രസ്സിലും അല്ലെങ്കിൽ ഇത് സമസ്തയിലും അതേ സമസ്തകൾ പ്രവർത്തിക്കുന്ന ലീഗുകാരും അങ്ങോട്ടും ഇങ്ങോട്ടും ആകുന്നതിൻ്റെ കാരണം ഉണ്ടായിട്ടുള്ളത് മുൻകാലങ്ങളിൽ. അപ്പോൾ ഇത് രണ്ടും ഒന്ന് തന്നെ എന്നുള്ളതാണ്. അതായത് ഒരു മുസ്ലിം ആയാലും പിന്നെ മുസ്ലിം ലീഗുകാരൻ്റെ മുസ്ലിം ആയിട്ട് പലവുള്ളൂ, ഒരു മുസ്ലിം ആയാലും സമസ്ത എന്തിനെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു മുൻകാലങ്ങളിൽ ഈ നേതാക്കന്മാർ ഈ സംഘടന നേതാക്കന്മാരെ തിരഞ്ഞെടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവർത്തിക്കുന്ന സംസ്കാരവും സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നുള്ളത്. മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ മരിച്ചതിന് ശേഷം എന്താ സംഭവിച്ചിട്ടുള്ളത്? ഹൈദരലി ഷിഹാബ് തങ്ങളിലേക്ക് എത്തി, അവിടെ നിന്ന് സാദിഖ് അലി തങ്ങളിലേക്ക് എത്തി. ആടെ നിന്ന് ഇങ്ങോട്ട് കുറച്ച് ചരിത്രം ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇവിടെ എന്ത് പേച്ചിട്ടുണ്ടെന്നുള്ളത്. കാരണം അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എന്താണെന്ന് വെച്ചാൽ ലീഗ് മറ്റേ പാർട്ടിയെ പുറത്തൊരു പാർട്ടി എനിക്ക് ആയിട്ട് മാറാൻ തുടങ്ങി. സമസ്തനെ ബേക്കോട്ട് തള്ളിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇപ്പോൾ ഇന്നലെയുള്ളതൊന്നല്ല, ഇത് കുറേ നാളുകളായിട്ട് ഉള്ള സംഭവം തന്നെയാണ് അത്. കാരണം ലീഗിൻ്റെ അടിയിൽ കൂടിയിട്ട് അതായത് ലീഗിൻ്റെ അണ്ടറിൽ കൂടിയിട്ട് സമസ്തൻ്റെ നേതാക്കന്മാർ വരുന്നൊരു സ്വഭാവം ഉണ്ടെങ്കിലും മറ്റുള്ള പാർട്ടിക്കാരെ പോലെ ആയിട്ട് മാറണം എന്നുള്ള ആഗ്രഹം നമ്മൾ ലീഗിൻ്റെ പാർട്ടികളിൽ ചില ആളുകൾക്ക് നേതാക്കന്മാർക്ക് വന്നു. ലീഗിൻ്റെ അണികൾക്കല്ല, ലീഗിൻ്റെ നേതാക്കന്മാർക്ക്. ഞാൻ പറയാൻ കാരണം എന്താ അറിയോ? ഈ ലീഗിൻ്റെ പ്രസക്തി ഇന്ന് എവിടെയാണെന്നുള്ളത് ഒരു കാലത്ത് വാജ്പേയി ഗവൺമെൻറ് ഭരിക്കുന്ന കാലഘട്ടത്തിൽ നിങ്ങൾ ലീഗിനെ പറ്റി മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്നത്, വാജ്പേയി ഗവൺമെൻറ് ഭരിക്കുന്ന സന്ദർഭത്തിൽ ഇന്ത്യ രാജ്യം BJP ഭരിക്കുന്ന സന്ദർഭത്തിൽ വിദേശകാര്യമന്ത്രി ഇവിടെയുണ്ട് ഈ രാജ്യത്തിന്. എന്നിട്ട് ഐക്യരാഷ്ട്രസഭയിൽ പ്രതിനിധിനെ അയക്കുന്നതായിരുന്നു അറിയോ വാജ്പേയി. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നേതാവായ നമ്മൾ തിരഞ്ഞെടുത്ത MP ആയ ഈ അഹമ്മദ് സാഹിബിനാണ് ഐക്യരാഷ്ട്രസഭയിലേക്ക് അയക്കുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം ഈ ലീഗിന് എത്ര പ്രസക്തി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. ലീഗിനുണ്ടായ പ്രസക്തിയാണ് ഞാൻ പറയുന്നത്. ആ ലീഗിൻ്റെ പ്രസക്തി അതേപോലത്തെ BJP ഭരിക്കുന്ന കാലത്ത് ആ കൊടിനെ, ആ പച്ചക്കൊടിനെ, ആ ലീഗിൻ്റെ പതാകയെ രാഹുൽ ഗാന്ധിയോട് വടക്കേ ഇന്ത്യയിലാരോ അത് പാകിസ്ഥാൻ്റെ കൊടിയെന്ന് പറയുമ്പം ആ കൊടിയെന്ന് കേരളത്തിൽ പിടിക്കാൻ പാടില്ല എന്നിടത്തേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഇപ്പോഴത്തെ നേതാക്കന്മാർ നിങ്ങൾ മനസ്സിലാക്കണം. ഇത് മുന്നേ നേതാക്കന്മാർ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ BJP ഗവൺമെൻറ് ഭരിക്കുമ്പം നമ്മൾ ഈ അഹമ്മദ് സാഹിബിനെ ഐക്യരാഷ്ട്രസഭയിൽ അയച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മളിവിടെ നിൽക്കാൻ പാടില്ല എന്ന് പറയുന്നിടത്തേക്ക് എത്തിക്കുന്ന BJP ഭരിക്കുമ്പോൾ അത് ശരിയെന്നുള്ള രൂപത്തിലാക്കിയിട്ട് നമ്മളെ രാഹുൽ ഗാന്ധി ആ ഒരു സാഹചര്യം ഉണ്ടാക്കി എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം. ഇപ്പോൾ ആ കൊടിയടീൻ്റെ പച്ചക്കൊടി. അപ്പോൾ ഇവിടെ എവിടെയാണ് സമസ്തക്കുള്ളത് പ്രശ്നം? ഇവിടെ എവിടെയാണ് സമസ്ത ലീഗിനെതിരായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത്? ഇപ്പോൾ അടുത്ത കാലത്ത് ലീഗിൻ്റെ നേതാക്കന്മാർക്ക് പറ്റിയ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മുന്നത്തെ ലീഗിൻ്റെ നയങ്ങൾ മനസ്സിലാക്കുന്ന ലീഗിൻ്റെ പ്രവർത്തകരുടെ ഇടയിൽ ഭിന്നതകൾ ഉണ്ടാകാനുള്ള കാരണം. ഇപ്പോൾ ചില നേതാക്കന്മാരെ പറ്റി നിങ്ങൾ തന്നെ ഇതിരിക്കും ഒന്ന് വീക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തെല്ലാം കാര്യങ്ങൾ. മുന്നത്തെ പോലെ തന്നെ സമസ്തയോട് ബന്ധപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങൾ പ്രവർത്തനം ഇപ്പോൾ ഇന്നില്ല. മുൻകാലങ്ങളിൽ കോൺഗ്രസ് നേതാക്കന്മാർ പോലും കുഴപ്പനക്കലിലേക്ക് പോകുന്ന സംസ്കാരം ഉണ്ടായിരുന്നു. എല്ലാം ചോദിക്കാനും പറയാനും എന്തിനും പോകും അടുത്തേക്ക്. ഇന്നെവിടെയാണുള്ളത്? ഇന്നത്തെ പുതിയ ഹൈദരലി തങ്ങൾ വന്നതിന് ശേഷം അവിടെ നിന്ന് ഇങ്ങോട്ട് ലീഗ് എന്തെന്ന് മനസ്സിലാക്കിയ കോൺഗ്രസ് സീറ്റ് തരാമെന്ന് പറഞ്ഞിട്ട് മൂജിക്കോ എന്ന് പറഞ്ഞ് മറ്റ് പല കാര്യങ്ങളും പറഞ്ഞിട്ട് മൂജിക്കോ എന്ന് പറയുന്നതല്ല, നിങ്ങൾ ഒന്നുമല്ല എന്ന് പറയുന്നിടത്തേക്ക് മാത്രമല്ല നമ്മളെ ലീഗിൻ്റെ തന്നെ ഞാൻ പറഞ്ഞ മുന്നത്തെ സംസ്കാരം ഉണ്ടല്ലോ, അത് ഈ ലീഗും പിന്നെ സമസ്ത ഒന്നെന്ന് പറഞ്ഞില്ലേ, ആ സംസ്കാരം തെറ്റിയിട്ട് സംസാരിക്കുന്നിടത്തേക്ക് ലീഗുകാർ പോലെ എത്തിയെന്ന് അതിൻ്റെ ഒരു ഉദാഹരണം മാത്രമേ ഇത് പറയുന്നുള്ളൂ. ഇന്ത്യയെ PM സലാം ഇപ്പോൾ വലിയ പ്രശ്നമുള്ളത് പ്രസ്ഥാനത്ത് PM സലാമാണ്. കാരണം കൂടുതലും സമസ്തയെ വിമർശിക്കുന്നത്. ഇപ്പോൾ അടുത്തിടെയായിട്ട് ഒരു സമ്മേളനം വെച്ച് ലീഗിൻ്റെ ആ സമ്മേളനം വെച്ചപ്പോൾ പറഞ്ഞാൽ നിങ്ങൾ കണ്ടില്ലേ, ഞങ്ങൾ 3 ലക്ഷം ആളെ പങ്കെടുപ്പിച്ചിട്ട് സമസ്തൻ്റെ ആളെ ഞങ്ങൾ ആരും ക്ഷണിച്ചിട്ടൊന്നുമില്ല, കണ്ട ഞങ്ങൾ ലീഗിൻ്റെ ശക്തി കണ്ടാണ്. എങ്ങനെയുണ്ട്? ഇവിടെയാണ് തെറ്റുന്നുള്ളത്. കാരണം വെച്ചെങ്കിൽ ആ പോയ ആളെല്ലാം സമസ്തക്കാരെന്ന് PM സലാമിന് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അത് ഞാൻ പറയാൻ പാടില്ല എന്നുള്ളത് PM സലാമിനെ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അവിടെയാണ് മുന്നേത്തെ ലീഗുകാരനും ഇപ്പോഴത്തെ ലീഗുകാരനുള്ള വ്യത്യാസ സഹോദരന്മാരെ. ഇവിടെ തന്നെ ഈ രൂപത്തിൽ തന്നെയാണുള്ളത്. അതുപോലെ തന്നെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു 100ഓളം കൊല്ലങ്ങളുള്ള പാരമ്പര്യത്തിൻ്റെ സമസ്തയുടെ പാരമ്പര്യം വിട്ടിട്ട് ഒരു പരിപാടിയില്ല. മൂപ്പർ അന്നും പറഞ്ഞു നമുക്ക് രാഷ്ട്രീയമായിട്ട് ബന്ധമൊന്നുമില്ല. എന്ത് രാഷ്ട്രീയം വേറെ, ലീഗ് വേറെ, സമസ്ത വേറെ. പാർട്ടിൻ്റെ നയത്തിനനുസരിച്ച് സമസ്തനെ കൊണ്ടുപോകാൻ പറ്റില്ല. പാർട്ടിയായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ സംസാരിക്കുക ഇന്ന് വരെ തങ്ങൾ എവിടെയെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? പിന്നെ ചില കാര്യങ്ങൾക്ക് ചില ആളുകൾ മുസ്ലിങ്ങളെ സഹായിച്ചതിന് വേണ്ടിയിട്ട് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ചില സന്ദർഭത്തിൽ പ്രസംഗിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ആ ആൾ നമ്മൾക്ക് ഇന്ന് നല്ലത് ചെയ്തു, ഈ ആൾ നല്ലത് ചെയ്തു എന്ന്. അത് പറയൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്.
ഒരാൾ നമ്മളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് നന്ദി പ്രകടിപ്പിക്കുന്നത് ഇസ്ലാമിൻ്റെ നിയമമാണത്. ചിലപ്പോൾ അതിന് മുമ്പ് മുസ്ലിങ്ങൾ എന്തും ചെയ്തിട്ടുണ്ടായിരിക്കും, അത് നമ്മുടെ ചർച്ച ചെയ്യുന്ന അർത്ഥമൊന്നുമില്ല. അങ്ങനെ ചിലപ്പോൾ എന്തെങ്കിലും തങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും. ആ രൂപത്തിലാണ് ചിലപ്പോൾ പിണറായിനെ പറ്റിയിട്ട് ജിഫ്രി തങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങൾ എടുത്തു പറഞ്ഞത്. അതിലെന്ത് തെറ്റ്? ഇപ്പോൾ ഈ ഇത് വന്നല്ലോ, നമ്മളെ കൊടി പോലും പിടിക്കാൻ സംഭവിച്ചിട്ടില്ലല്ലോ. ആരാണ് ഇതിന് ഉത്തരവാദി? സമസ്തയാ? എന്തുകൊണ്ട് നിങ്ങൾ സമസ്തൻ്റെ നേർക്ക് കൊണ്ട് ചാടുന്നത്? എന്തിനു വേണ്ടിയാണ് സമസ്തയെ ചീത്ത പറയുന്നത്? എന്തിനാണ് സമസ്ത നേതാക്കന്മാരങ്ങൾ തെറി പറയുന്നത്? സമസ്ത എന്ത് വേച്ച്? ലീഗിൻ്റെ എല്ലാത്തിനും ഉള്ളത് ഈ ലീഗിൻ്റെ പിഴവാന്നുള്ളത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഇപ്പോൾ ഈ പറഞ്ഞ മതി PM സലാമിനെ പോലത്തെ ആളുകൾ, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് സമസ്തക്കെതിരെ സംസാരിക്കുന്നത്. മുൻകാലങ്ങളിൽ സമസ്തൻ്റെ ആയിട്ട് വന്നില്ല. കാരണം എന്തുകൊണ്ട്? അത് സമസ്തൻ്റെ ജിഫ്രി തങ്ങളെ അല്ലെങ്കിൽ അതിന് മുന്നേ ഉണ്ടായ പ്രസിഡന്റിനെ പോലെ ആളെ ബഹുമാനിക്കുന്നതല്ല. അത് ദീനിനെ ബഹുമാനിക്കുകയാണ്. അള്ളാൻ്റെ ദീനിനെയാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. ആര്? സമസ്ത. അപ്പോൾ ആ സമസ്തനെ ബഹുമാനിക്കുന്നത് എന്തുകൊണ്ട്? ഇതിനു വേണ്ടി തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ട് പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാർ ലീഗ് എന്നുള്ള നിലക്ക് സമസ്തനെ ബഹുമാനിക്കുന്നത്? മുന്നേ പറഞ്ഞ പോലെ ഇസ്മായിൽ സാഹിബ് ഉണ്ടാക്കിയ കൊടിക്കുണ്ടാക്കുമ്പോൾ പറഞ്ഞില്ലേ, ഒരു മുസ്ലിം ആവുക എന്നിട്ടൊരു മുസ്ലിം ലീഗുകാരനാകുന്നുള്ള ആ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഉണ്ട കാലം വరకు പോയിക്കൊണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എന്ത് തെറ്റി? ഹൈദർ അലി തങ്ങൾ വന്നതിന് ശേഷം എന്താ വെച്ചെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് നമ്മളിൽ മുസ്ലിം ലീഗിന് പല പ്രശ്നങ്ങളും വന്നിട്ടുണ്ട്. അത് പഠിച്ചിട്ട് വേണം പറയാം. അല്ലാതെ കണ്ട് എനിക്ക് പറയാനുള്ളത് ലീഗിൻ്റെയും സമസ്തൻ്റെയും പ്രവർത്തകർക്ക് പറയാനുള്ളത്, ചില ആളുകൾ പറയുന്നത് ഞാൻ സമസ്തക്കാരനാണ് എന്നിട്ട് ഓൻ സമസ്തനെ എന്നെ ചീത്ത പറയുന്നത്. ചില ആൾ പറയുന്നത് ഞാൻ ലീഗുകാരനാണ് എന്നിട്ട് ഞാൻ ഓൻ എന്നെ എന്നിട്ട് പറയുന്നത് ലീഗിൻ്റെ എതിർപ്പും പറയുന്നത്. ഇതെന്ന് ഇപ്പോൾ പിന്നെ അത് ഒരു തങ്ങൾ ഇന്നലെ ഒരു തങ്ങളൊരു ഇത് കണ്ടിരുന്നു. ഇതൊരു തങ്ങൾ ഞാളെ പേര് നിങ്ങൾ വീഡിയോ നോക്കിയാൽ മനസ്സിലാവും. അയാൾ പറയുന്നത് ഞാൻ സമസ്തക്കാരനാണ് എന്നിട്ട് എൻ്റെ സമസ്തനെ കുറ്റം പറയുന്നത്. എന്നിട്ട് പറയുന്നത് സമസ്തൻ്റെ SKSFൻ്റെ ആൾ എൻ്റെ ബക്കറ്റും കൊണ്ട് പിരിവിനോടൊന്നും ഓന് കൊടുക്കാൻ പാടില്ല എന്ന്. മറ്റൊരാൾ പറയുന്നത് വെച്ചെങ്കിൽ സമസ്തൻ്റെ പിന്നെ ഈ ലീഗിനെ എതിർത്ത മൊയിലാക്കന്മാരാരുണ്ട് ഓനെല്ലാം പിരിച്ചു വിടണമെന്ന്. നിങ്ങൾ പാഠം പഠിക്കൂ. എന്ത് പാഠം പഠിക്കാൻ? അള്ളാൻ്റെ ദീൻ നിയന്ത്രിക്കുകയാണെങ്കിൽ ലീഗിൻ്റെ പ്രവർത്തകർ അങ്ങനെ പറയുന്നതോടെ നമുക്ക് പറയണമെന്ന് തരുമോ? അള്ളാൻ്റെ ദീനിനെ നിയന്ത്രിക്കാനിടയിൽ രാഷ്ട്രീയക്കാരൊന്നുമല്ല. ഇവിടെ വിശ്വസിച്ചിട്ട് പോയ ഒരു പഴമൊഴിയുണ്ട്, എന്തറിയോ? ലീഗ് മുസ്ലിങ്ങിനെ സംരക്ഷിക്കുന്ന ഒരു പാർട്ടിയിൽ നിന്ന് ഒരു വിശ്വസിപ്പിച്ച ഒരു അവസ്ഥയുണ്ട്. ഓരോട് എനിക്ക് പറയാനുള്ളത് ആ അങ്ങനെ ചിന്തിക്കുന്ന കുറേ ലീഗുകാരുണ്ട്. ഇത് മതത്തിൻ്റെ ആളുകളൊന്നുമല്ല. ആര് ഈ മതം നിലനിൽക്കുന്നത് ഈ ലീഗിനെ കൊണ്ടല്ല ഇന്ത്യയിൽ. എനിക്ക് ഓരോട് ഞാൻ ഒന്ന് ചോദിച്ചോട്ടാ, എൻ്റെ വീഡിയോ നീളുന്നുണ്ടെങ്കിൽ ഞാൻ കട്ട് ചെയ്തിറങ്ങണം, തികച്ച് കാണണം. എന്താ അറിയുമോ? ഈ ഇന്ത്യയിൽ ആകത്തിൽ ഈ 10-22 കോടി മുസ്ലിംസ് ഉണ്ടല്ലോ. ആകെ കേരളത്തിലെല്ലാം ഉണ്ട്. 76 കൊല്ലമായ ലീഗ് ഇന്ത്യയിൽ വേറെ ഏത് സ്റ്റേറ്റിലുള്ളത്? നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഇതേ കോൺഗ്രസിൻ്റെ എവിടെ ബന്ധമുള്ളത്? കോൺഗ്രസ്സിന് ലീഗുമായിട്ട് ബന്ധം മുസ്ലിങ്ങൾ വോട്ട് കൊടുത്തുന്നല്ലാണ്ട്. അപ്പോൾ എപ്പോഴും മുസ്ലിം ലീഗിൻ്റെ ഒരു സ്വാധീനം ഉണ്ടായിരുന്നത് കേരളത്തിലെ ഘടകത്തിൽ നോക്കിയിട്ട് മറ്റൊരു സ്റ്റേറ്റൊക്കെ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ കൊടി നിരോധിച്ച സമയത്ത് വടക്കേ ഇന്ത്യയിലൊക്കെ കൊടിൻ്റെ അലയിൽ കൊണ്ടിട്ടുണ്ട്. എന്തുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് ലീഗിൻ്റെ കൊടി പിടിക്കാൻ സമ്മതിക്കുന്നില്ല എന്നുള്ളത് അതിനിപ്പോൾ ഈ ഇലക്ഷനിൽ മൊത്തത്തിൽ ബാധിക്കാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ ഇതിനൊക്കെ മൊത്തം കാരണക്കാർ ലീഗുകാരാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ ഇതിൽ തങ്ങൾ ഇങ്ങോട്ട് വന്നതിന് ശേഷം ഈ പ്രവർത്തിച്ച് ലീഗിൻ്റെ നേതാക്കന്മാരെ പരാജയമാണ്. എന്നിട്ട് പിന്നെ സമസ്തനെ കൊഞ്ഞനം കാട്ടിയ പ്രയോജനമൊന്നുമില്ല. എനിക്ക് പറയേണ്ടത് തന്നെ, അതായത് 20-22 കോടിയോളം മുസ്ലിങ്ങളുള്ളത് മുസ്ലിം ലീഗ് നിയന്ത്രിച്ചിട്ടൊന്നുമില്ല സുഹൃത്തുക്കളെ. ഈ കേരളത്തിൽ മാത്രമേ ലീഗുണ്ട്. ഒരു സീറ്റാൻ പറ്റിയ തമിഴ്നാട്ടിലുണ്ട്. ഈ ഇന്ത്യൻ മുസ്ലിം ലീഗൊന്നല്ല ഈ മുസ്ലിങ്ങൾ ജീവിക്കുന്ന ഇവരെ ധൈര്യത്തിലൊന്നല്ല മുസ്ലിങ്ങൾ ജീവിക്കുന്നുള്ളത്. 22 കോടി മുസ്ലിങ്ങൾ ജീവിക്കുന്ന മറ്റുള്ള 10-28 സ്റ്റേറ്റിൽ മുസ്ലിങ്ങളില്ല, അവർ ജീവിക്കുന്നില്ലേ? അവിടെ യൂണിയൻ ലീഗുകാർ സംരക്ഷിക്കുന്നുള്ളത്. അതൊന്നല്ല. അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ട് ആരും സമസ്തനെ പിളർക്കാനോ സമസ്തനെ ചീത്ത പറയാൻ നടക്കുകയൊന്നും വേണ്ട. സമസ്തൻ്റെ ഭാഗത്ത് ഒരു പേഴും വന്നില്ല. സമസ്ത മുന്നേ പറയുന്നത് തന്നെയാണ് ഇപ്പോഴും പറയുന്നുള്ളത്. സമസ്ത രാഷ്ട്രീയമായിട്ട് ഇടപെട്ടിട്ടില്ല. ഒന്നും നിങ്ങൾക്ക് അതിനെ തെളിയിക്കാൻ പറ്റില്ല. അപ്പോൾ സമസ്ത പിന്നെ ജിഫ്രി തങ്ങൾ മുന്നേ പറഞ്ഞതാണ്, എപ്പോഴും പറയുന്ന വാക്കതാണ്. കാരണം സമസ്തയിൽ ലീഗുണ്ട്, കോൺഗ്രസ് ഉണ്ട്, പിന്നെ മാർക്സിസ്റ്റ് ഉണ്ട്, നാഷണൽ ലീഗുണ്ട്, എല്ലാം ഉണ്ട്. അവരാർക്ക് കൊടുക്കണം, വോട്ട് കൊടുക്കണം, അത് ഒരു തീരുമാനിക്കണം. അത് എൻ്റെ പണിയല്ല. നമ്മൾ സമസ്ത ഒന്നും ഏറ്റെടുത്തിരുന്നില്ല. സമസ്തൻ്റെ ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. അത് മാത്രം പ്രവർത്തിക്കുക, അതിനെ വിജയിപ്പിക്കുക, അതിനെ കൊണ്ടു കിടക്കുക എന്നുള്ളതാണ് നമ്മളെ പാരമ്പര്യമെന്ന് തങ്ങൾ എപ്പോഴും പറയുന്നതാണ്. പിന്നെ എവിടെയാണ് സമസ്ത വെച്ചിട്ടുള്ളത്? പിന്നെ എന്തിനാണ് ഈ സമസ്തയെ പിളർപ്പിക്കാനും ചീത്ത പറയാൻ നിങ്ങൾ പോകുന്നത്? എന്തിനാണ് സമസ്തനെ നിങ്ങൾ തെറി വരുന്നത്? സമസ്ത എന്ത് തെറ്റ് ചെയ്തു? സമസ്തൻ്റെ നേതാക്കന്മാർ ചിലപ്പോൾ ലീഗിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഇന്നത്തെ ലീഗിൻ്റെ പ്രവർത്തനത്തിൻ്റെ ശൈലി കണ്ടപ്പോൾ ചില ആലിമ്യങ്ങളൊക്കെ ചിലർക്ക് പറഞ്ഞിട്ടുണ്ട്. മുസ്ലിങ്ങളെ സംരക്ഷിക്കുന്നവർക്ക് വോട്ട് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം പറയാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് ഇന്നത്തെ കാലഘട്ടത്തിനാണ്. എന്തില്ലെങ്കിൽ ലീഗിൻ്റെ ഒരു പതാക പോലും പിടിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യം ഇന്ത്യയിലില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനെ പറ്റി ചിന്തിക്കും?
അത് ലീഗ് എന്തിനുണ്ടായിരുന്നോ, ലീഗ് എന്തിനു വേണ്ടി നിലനിൽക്കണമെന്നോ ചിന്തിക്കുന്ന ആളുകളിൽ നിന്ന് വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു അതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ ഇത് ശരിക്കും ലീഗിനെ മനസ്സിലാക്കാതെ കൊണ്ടും സമസ്തയെ മനസ്സിലാക്കാതെ കൊണ്ടും ഒരുപാട് ആളുകൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ മുൻകാലങ്ങളിലെ നേതാക്കന്മാർ എങ്ങനെയാണോ ലീഗിനെ നയിച്ചിരുന്നത്, അന്ന് സമസ്തയായിട്ട് എന്തായിരുന്നു ബന്ധം ഉണ്ടായിരുന്നത്, എങ്ങനെയാണോ കോൺഗ്രസ്സായിട്ടുള്ള ബന്ധം ഉണ്ടായിരുന്നത്, എന്ത് പുരോഗതിയാണോ അതുകൊണ്ടുണ്ടായത്, അതിൽ എന്താണോ മുസ്ലിം ലീഗിന് വിലയും നിലയും ഉണ്ടായിരുന്നത്, ആ വിലയും നില ഇന്ന് എന്തുകൊണ്ട് ഇല്ലാണ്ടിരിക്കാൻ കാരണം ഇന്നത്തെ നേതാക്കന്മാരുടെ പോരായ്മകളൊന്നും നമുക്ക് മനസ്സിലാക്കി ഇരിക്കും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അത് മനസ്സിലാക്കിയിട്ട് പോകണം സംസാരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ലീഗിനെ തകർക്കാൻ കഴിയുക, സമസ്യയെ തകർക്കാൻ കഴിയുക, അത് ഉറപ്പാകുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് സമസ്യയോട് കളിക്കുന്ന ഏത് ലീഗിൻ്റെ നേതാവായാലും ഓനെല്ലാം മൂലക്ക് ഇരിക്കും, യാതൊരു സംശയമില്ല എന്നൊക്കെ പറയാൻ ഞാൻ ഈ സന്ദർഭം ആഗ്രഹിക്കുന്നു. അടുത്ത വീട്ടിൽ കാണുന്നവർക്ക് എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ജയ് ഹിന്ദ്.